ഒരുപക്ഷെ അങ്ങ് ലിഗ കേസ് അന്വേഷിക്കുന്നു, അതും വളരെ സങ്കീർണമായൊരു കേസായിരുന്നു. സമാനമായ രീതിയിൽ വളരെ പ്രമാദമായൊരു കേസാണ്. വളരെ ഈ നമുക്ക് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് എത്രമാത്രം പ്രതിസന്ധി ഉണ്ടായിരുന്നു ഈ കേസിലും വളരെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത് എല്ലാവരും മരണപ്പെട്ടു പോയൊരു സംഭവത്തിൽ നിന്ന് പിന്നെ നമുക്കിങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇയാൾ ആൾറെഡി ഒരു മെൻ്റൽ ഇൽനെസ് അഭിനയിച്ചു, മറ്റ് കാര്യങ്ങളൊക്കെ അന്വേഷണത്തെ വഴിതെറ്റിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ബൈജു സാറും നമ്മുടെ സീനിയർ ഉദ്യോഗസ്ഥരും ഒക്കെ അക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് നോക്കുന്നതിന് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ക്വസ്റ്റ്യനെയറും ഒക്കെ തയ്യാറാക്കി സാഹചര്യങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളെല്ലാം അങ്ങനെ തന്നെ കോർത്തിണക്കാനായിട്ട് കഴിയും. മറ്റു കേസുകളിൽ സംഭവിച്ചതുപോലെ തന്നെ അങ്ങനെ അത് കഴിയും. അപ്പോൾ അതൊരു പോലീസിൻ്റെ ഒരു നല്ലൊരു ടീം വർക്കിൻ്റെ ഒരു വിജയമായിട്ടാണ് ഇതിനെ കണക്കാക്കാനായിട്ട് കഴിയും. മർഡറിന് ഉപയോഗിച്ച ആയുധം അതൊക്കെ വാങ്ങുമ്പോൾ അയാളുടെ മനോനില അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അങ്ങനെ എന്തെങ്കിലും മാനസിക വൈകല്യം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളാണെന്ന് എപ്പോഴെങ്കിലും അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? അല്ല, മാനസിക വൈകല്യം എന്ന് പറയുമ്പോൾ ഇത് ഈ പ്രവൃത്തി ചെയ്യുമ്പോഴും താൻ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചെല്ലാം അയാൾക്ക് വളരെയധികം ധാരണയുണ്ട്. അച്ഛനെയും അമ്മയും സഹോദരിയാണെന്നുള്ള ധാരണയുണ്ട്, ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ധാരണയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലോ. വിളിച്ചായിരുന്നു താൻ ചെയ്ത കാര്യങ്ങളെല്ലാം കാണിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ വിശ്വാസ്യതയോട് കൂടിയിട്ട് ഇതിലെ കൊലപ്പെടുത്തിയ ആൾക്കാരെ, അമ്മയായിരുന്നാലും അച്ഛനായിരുന്നാലും വളരെ വിശ്വാസപൂർവ്വം അവരോട് സംസാരിച്ച് അവരെ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു മെൻ്റൽ ഇൽനെസ് ഒരാളിനെ ഇത്രയും കെയർഫുള്ളായിട്ട് കൊണ്ടുവന്ന് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഡ്രാമയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തന്നെ ഇത് മെറ്റിക്കുലസ് ആയിട്ട് തൻ്റെ കുറ്റകൃത്യം ഹൈഡ് ചെയ്യണം എന്നുള്ള ഒരു നിലയിലേക്ക് കൊണ്ടുവന്നു. അതിനകത്ത് പെട്രോൾ വാങ്ങിക്കുന്നു, കത്തിക്കുന്നു, ഒരുമിച്ച് കത്തിക്കാനായിട്ട് ശ്രമം നടന്നു. അപ്പോൾ ഇതൊന്നൊരു മെൻ്റൽ ഇൽനെസ് ഒരാളിന് ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടും വളരെ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ഒരു കാര്യം എങ്ങനെയാണ് ഒരു മാനസികാവസ്ഥ മെൻ്റൽ ഇൽനെസ് ഉള്ള ആളിന് ചെയ്യാൻ പറ്റുന്നത്? എല്ലാ ആക്ഷനും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും വളരെ കൺസ്ട്രക്റ്റീവുമായിട്ടും ഈ ക്രിമിനൽ ചെയ്തു. അത് മെൻ്റൽ ഇൽനെസിന്റെ ഭാഗമല്ല എന്ന് കോടതി മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ ശിക്ഷ കണ്ടെത്തിയത്. ഇലക്ട്രോണിക്സ് തെളിവുകൾ അങ്ങനെയുള്ള കാരണങ്ങൾ എന്തെങ്കിലും അതൊക്കെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ എടുത്തു. അതിൽ ഓൺലൈൻ വഴിയാണ് മഴ വാങ്ങിയത്. ആ സാധനങ്ങളെല്ലാം സീസ് ചെയ്തിട്ടു. ആ സാഹചര്യങ്ങളും മറ്റ് സാഹചര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എവിഡൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ഈ ആസ്റ്റർ പൊസിഷൻ എന്ന് പറയുന്ന അത് എന്തെങ്കിലും ഈ കേസ് ഇക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെ അന്നൊക്കെ അന്വേഷണത്തിനെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന പ്രതി തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ചില ഈ മൊത്തത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് പ്രതി നടത്തിയിട്ടുള്ള ശ്രമത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇത് എന്നുള്ളതാണ് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. വീട് തീ വെച്ചത് ഒരുപക്ഷെ തീ പിടിച്ചവർ മരിച്ചു എന്ന് വരുത്തി തീർക്കുക എന്താണ് സാർ അതിൽ മനസ്സിലാക്കുന്നത്? അല്ല, മൊത്തം എല്ലാവരും വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആ വീട്ടിലെ മൊത്തം കത്തിയങ്ങ് പോയി കഴിഞ്ഞാൽ എല്ലാവരും മരണപ്പെട്ടു എന്നുള്ളൊരു ഇംപ്രഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് സക്സസ്ഫുൾ ആകാതെ വരികയും ഒരാളിന്റെ ദേഹം മുഴുവൻ ഒരാളിനെ കത്താതിരിക്കുകയും ഒക്കെ ചെയ്തു കഴിയും. ഇയാൾ രക്ഷപ്പെട്ട് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോൾ പോലീസിന്റെ ഒരു ടൈമിലി ഇന്റർഫിയറൻസ്, ഈ തീ പിടിച്ചപ്പോൾ തന്നെ അത് ഇൻഫർമേഷൻ വന്നു. ആ സമയത്ത് തന്നെ പോലീസിനും ഫയർഫോഴ്സിനും അവിടെ എത്താൻ പറ്റി. ഫയർഫോഴ്സിന്റെ ഒരു സേവനം ഇക്കാര്യത്തിൽ മൊത്തം തീ പിടിച്ച് പോയിരുന്നുവെങ്കിൽ നമുക്ക് ഒരു എവിഡൻസും കിട്ടുകയില്ലായിരുന്നു. അപ്പോൾ അത് ആ ടൈമിലി ഇന്റർഫിയറൻസ് പോലീസിന്റെയും ഫയർഫോഴ്സിനെ കൂടെ ഈ സമയത്തിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ആ ഒരു ക്വിക്ക് ഇന്റർഫിയറൻസ് ആണ് പല തെളിവുകളും നമുക്ക് നഷ്ടപ്പെടാതെയും കിട്ടിയിരിക്കുന്നതെന്നുള്ളതാണ്. മോട്ടീവ് അപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് കുടുംബാംഗങ്ങളോടുള്ള ദേഷ്യമാണ്, പ്രത്യേകിച്ച് അച്ഛനോടുള്ള ദേഷ്യവും ഒക്കെ. അയാളുടെ അവിടുത്തെ സാഹചര്യങ്ങൾ, അച്ഛൻ കർശനമായിട്ട് പെരുമാറുന്നു, അങ്ങനെയൊക്കെ ഉള്ള ആ കുടുംബാന്തരീക്ഷത്തിൽ വന്നിട്ടുള്ള ഒരു ഡിസ്പ്ലഷറാണ് അയാൾ ഇതിലേക്ക് നയിച്ചത്. ലളിത എങ്ങനെയാണ് ഇതിനകത്ത് പെട്ടുപോകുന്നത്? അവിടെ ലളിത അമ്മുമ്മയാണ്, അവർ താഴെയാണ് കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ എല്ലാവരെയും കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചതിന്റെ ഒരു ഭാഗം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലൂടെയും അവരെയാണ് ഏറ്റവും അവസാനമായിട്ട് കൊലപ്പെടുത്തുന്നത്. അപ്പം കാരണം അവരോട് പലരും അന്വേഷിച്ചു തുടങ്ങി, ബാക്കിയുള്ള ബന്ധുക്കൾ ഇവിടെ ഒന്ന് അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ അവരെയും കൊലപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇയാൾക്ക് ഉണ്ടായി. അതാണ് ഈ തെളിവ് നശിപ്പിക്കുന്നതിൽ തനിക്ക് പിന്നീട് കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്ത നിലയിലുള്ള എല്ലാ സാഹചര്യങ്ങളും അവസാനിപ്പിക്കുക എന്ന് പറയുന്നത്. വിദ്യാസമ്പന്നനായതുകൊണ്ട് തന്നെ അത്യാവശ്യം പഠിത്തമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും കൺസീൽ ചെയ്യാനും ഒക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യാനും അയാൾക്ക് കഴിഞ്ഞു. പക്ഷേ അത് പോലീസിന് അതിന്റെ ഒരു ഡിറ്റക്റ്റീവ് സ്കില്ല്, നമ്മുടെ ടീമിനുണ്ടായിരുന്ന ഒരു ഡിറ്റക്ഷൻ സ്കില്ല് കൊണ്ടും നമ്മുടെ ടൈമിൽ ഇന്റർഫിയറൻസ് കൊണ്ടും, പ്രത്യേകിച്ച് പോലീസ് ഫയർഫോഴ്സ് ഒക്കെ ആ സമയത്ത് ഇടപെടുന്നതുകൊണ്ട് തെളിവുകൾ നഷ്ടപ്പെടാതെയൊക്കെ കിട്ടാവുന്നത്ര തെളിവുകൾ നമുക്ക് പിന്നീട് സംഘടിപ്പിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 2 പ്രമാദമായ കേസുകൾ അങ്ങ് അന്വേഷണ സംഘത്തെ ഞങ്ങളുടെ മേലുദ്യോഗസ്ഥരായിരുന്നാലും ഒരു ടീം വർക്കിന്റെ ഒരു വിജയമാണ്.